ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഈ ഷേപ്പ് ഒന്നും കണ്ടിട്ട് ഒരുപാട് സമയമെടുത്ത് ചെയ്യണമെന്നല്ല കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം കൊണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനമാണ് ചോറ്. അപ്പോൾ ചോറിന് ഞാൻ ഇവിടെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പുളിപ്പ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം എന്ന് പറയുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത്. ഒരു 1/2 കപ്പ് ആദ്യം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ഒരു സ്ട്രക്ചറിൽ വേണം നമ്മൾക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത്. അപ്പോൾ ആവശ്യം പോലെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു സ്ട്രക്ചറിൽ അരച്ചെടുക്കുക. ഇനി നമ്മൾ ചോറൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാള കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നേരിയതായിട്ട് അരിയാമല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ അരിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2-3 പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചധികം മല്ലിയില ചേർക്കാം കേട്ടോ. മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല. ഞാനിതിപ്പോൾ മല്ലിയില മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതിലേക്ക് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി ചേർക്കുന്നത് നമ്മളിത് മിക്സ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും ആവശ്യത്തിനനുസരിച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇത് ശരിക്കും നമ്മൾ ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവിൻ്റെ ആ ഒരു ടൈറ്റ്നെസ് ഇല്ലേ, ആ ഒരു രീതിയിലാണ് ഇത് നമ്മൾ കുഴച്ചെടുക്കുന്നത്. ഒരുപാട് ലൂസായൊന്നും അല്ല പോണത്. കറക്റ്റ് നമുക്ക് ഇതൊന്ന് ഇതിൽ നിന്ന് എടുത്ത് കുറേശ്ശെ ബോളാക്കി എടുത്തിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റണം. ആ ഒരു സ്ട്രക്ചറിലാണ് നമ്മൾ അതവിടെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുഴച്ചെടുത്തിട്ട് നമ്മൾ ഒരുപാട് നേരം ഒന്നും വെച്ചേക്കണ്ട, ഉടനെ തന്നെ ഫ്രൈ ചെയ്യാം. ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ടൈറ്റാണ് ആ ഒരു എന്താ പറയുക മാവ് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ കയ്യിൽ സ്റ്റിക്കി ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് കയ്യിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് നനച്ചു കൊടുത്താലും മതിയാവും. കൈ ഒന്ന് ഇടയ്ക്ക് നനച്ചു കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ നടുക്കൊരു ഹോളിട്ടത് വേറെ ഒന്നും കൊണ്ടിട്ടല്ല, പെട്ടെന്ന് ആ സൈഡൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഉഴുന്നുവടയൊക്കെ പൊരിക്കണ പോലെ നടുക്കൊരു ചെറിയൊരു ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഉള്ളൊക്കെ വേകാൻ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഒരുപാട് ഓണിലിട്ടൊന്നും ഫ്രൈ ചെയ്യണ്ട. പിന്നെ ഏകദേശം ഈ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും 2 വശവും തിരിച്ച് മറിച്ചിട്ടിട്ട് ആ ഒരു അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്രിസ്പി ആയിട്ടുണ്ടാവും. കാരണം അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പുറമേ നല്ല ക്രിസ്പിയാണ്, പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് കറക്റ്റ് സവാള ബജിയൊക്കെ കഴിച്ചിട്ടില്ലേ, ആ ഒരു കറക്റ്റ് ടേസ്റ്റിലാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. അതിനോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.